നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2026 മാർച്ച് മാസം 25 ബുധനാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്: സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിന് മുൻപായി വിതരണം ചെയ്യാനായി തീരുമാനിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ ആദ്യഘട്ടം നാളെ മുതൽ ആരംഭിക്കുകയാണ്. 2 മാസത്തെ ക്ഷേമ പെൻഷനാണ് തിരഞ്ഞെടുപ്പിന് മുൻപായി വിതരണം ചെയ്യും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതിന്റെ ആദ്യഘട്ടമാണ് നാളെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക. ആദ്യഘട്ടത്തിൽ 2000 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ലഭിക്കുക. ക്ഷേമ പെൻഷൻ നൽകാനായി 3700 കോടി രൂപയുടെ കടപ്പത്രമാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. 2 മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യാനും സ്ത്രീ സുരക്ഷാ പെൻഷൻ ഒരു ഗഡു വിതരണം ചെയ്യുക, അതുപോലെ തന്നെ മറ്റു ചിലവുകൾക്കുമൊക്കെ ആണ് 3700 കോടി രൂപയുടെ കടപ്പത്രം പുറത്തിറക്കിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ജനവികാരം തിരിച്ചടിയാവാതിരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുമുള്ള ഒരു തിരിച്ചടിയെ ഭയന്നാണ് ക്ഷേമ പെൻഷനും മറ്റു കുടിശ്ശികയുമൊക്കെ ഈ ഒരു തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ വിതരണം ചെയ്യാനായി സർക്കാർ ശ്രമിക്കുന്നത്. ക്ഷേമ പെൻഷന്റെ 2ാം ഗഡു 2000 രൂപയുടെ വിതരണം മാർച്ച് മാസം 31 മുതലാണ് ആരംഭിക്കുക. ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക എത്തിച്ചേരുക. പിന്നീട് സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലെത്തി ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അത്തരത്തിലും തുക ലഭിക്കും. കേന്ദ്ര പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പിന്നീട് ഈ ഒരു തുക അവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. പുതിയതായി അപേക്ഷ സമർപ്പിച്ച് പഞ്ചായത്ത് സെക്രട്ടറി അപ്രൂവൽ നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു മാസം തുക ലഭിക്കും. എന്നാൽ മസ്റ്ററിംഗ് നടത്താത്തവർക്കും ലൈഫ് സർട്ടിഫിക്കറ്റ് സർക്കാർ പറഞ്ഞ സമയങ്ങളിൽ ഹാജരാക്കാത്തവർക്കും ഈ ഒരു തുക ലഭിക്കുകയില്ല. അവർക്ക് തടസ്സം നേരിടും. പിന്നീട് നിങ്ങൾ മസ്റ്ററിംഗ് നടത്തിയതിനു ശേഷമായിരിക്കും തുക ലഭിക്കുക. അല്ലെങ്കിൽ ലൈവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടവരാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിനു ശേഷമായിരിക്കും തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ ലഭിക്കാൻ പോകുന്നത്. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് LPG ഗ്യാസ് സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. 14 കിലോ തൂക്കമുള്ള ഗ്യാസ് സിലിണ്ടറിൽ അത് 10 കിലോ ആക്കി കുറച്ച് വിതരണം ചെയ്യും. അതുപോലെ തന്നെ LPG സിലിണ്ടർ ലഭിക്കുകയില്ല, അതിന് വളരെയധികം ക്ഷാമം നേരിടുന്നു തുടങ്ങിയുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ 10 കിലോ ആക്കുവാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടില്ല എന്ന് സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന സിലിണ്ടർ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ലഭിക്കും. എന്നാൽ ഇപ്പോൾ ചരക്ക് നീക്കം സാവധാനത്തിലായതിന് തന്നെ അതിനനുസരിച്ചുള്ള ഒരു കാലതാമസമാണ് നേരിടുന്നത്. നിലവിൽ രാജ്യത്ത് സ്റ്റോക്ക് ഉണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. സ്റ്റോക്ക് തീരുന്ന അവസ്ഥ ഇല്ല എന്ന് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ 50% വാണിജ്യ LPGയും സംസ്ഥാന സർക്കാരുകളുടെ കൈവശമുണ്ട്. പൊതുമേഖലാ ഹോട്ടലുകളെയും ക്യാൻറ്റീനുകളെയും വിഹിതത്തിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് 5 കിലോ FTL വിതരണ വിഹിതത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകി. 20 സംസ്ഥാനങ്ങൾക്കാണ് ഇതുവരെ വാണിജ്യ LPG വിഹിതം അനുവദിച്ചിരിക്കുന്നത്. ഗാർഹിക സിലിണ്ടറുകൾ 10 കിലോ ആക്കാൻ ആലോചന എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വെറും ഊഹാപോഹങ്ങൾ ആണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അഭ്യൂഹങ്ങൾക്ക് വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല എന്ന് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയും അറിയിച്ചു. കിംവദന്തികളിൽ വിശ്വസിക്കരുത്, 2 LPG ടാങ്കുകൾ കൂടി ഹോർമോസ് കടലിലേക്ക് കടന്നു എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അധികം ഊഹാപോഹങ്ങൾ അതുപോലെ തന്നെ വ്യാജ വാർത്തകളൊക്കെ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാൻ ഉപഭോക്താക്കൾ കൂട്ടത്തോടെ എത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇത് സർവറുകളെ പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥയുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വൈകുന്നേരം 6-ന് ശേഷം സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ ബുക്കിംഗ് നടത്തുന്നത് കൂടുതൽ വേഗത്തിലും സുഗമമായും പ്രക്രിയ പൂർത്തിയാക്കാൻ സഹായിക്കുമെന്ന് IOC അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ സാധാരണയേക്കാൾ 10 ഇരട്ടി വരെ തിരക്കാണ് ബുക്കിംഗ് സർവറുകളിൽ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ രാജ്യത്തെ ഗാർഹിക പാചകവാതക ഉപഭോക്താക്കൾക്ക് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സബ്സിഡി ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനും ഗ്യാസ് കണക്ഷൻ നിലനിർത്തുന്നതിനും ആധാർ അധിഷ്ഠിത ബയോമെട്രിക് KYC പൂർത്തിയാക്കണമെന്നാണ് പുതിയ നിയമം. നിലവിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം
എന്നീ പൊതുമേഖലാ കമ്പനികളുടെ കീഴിലുള്ള എല്ലാ ഉപഭോക്താക്കളും ഈ ഒരു നിബന്ധന പാലിക്കേണ്ടതുണ്ട്. വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ എത്തിക്കാനുമാണ് സർക്കാർ ഈ ഒരു നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.